ശ്രദ്ധിക്കാറുണ്ടോ പാട്ടുകളൊക്കെ, അഭിനയിക്കുന്ന സിനിമയിലെ പാട്ടുകളൊക്കെ? ഇഷ്ടാ, പക്ഷെ എനിക്ക് നമ്മള് ഒരു ഫസ്റ്റ് ഡേ ഒരു ലൊക്കേഷനിൽ വരുമ്പോ നമ്മുടെ മൈൻഡ് അതായിരിക്കില്ലല്ലോ. അങ്ങനെ പറ്റിയതല്ലേ? അത് ശ്രദ്ധിക്കുന്നില്ല. ഇത്ര എനിക്ക് കൂടുതൽ സോഷ്യൽ ആങ്സൈറ്റി ഉണ്ട് സർ. പക്ഷെ വെള്ളത്തൂല കണ്ടല്ലായിരുന്നു നിങ്ങളുടെ ലൊക്കേഷൻ? അടിമാലി വെള്ളത്തൂവൽ. ഞാൻ അതിനെ കുറിച്ച് കേട്ടു. അത് ഈ നമ്മുടെ സിനിമ ബാഡ്മിന്റൺ ആണല്ലോ, അപ്പൊ ഈ തൂവൽ നമ്മുടെ കോക്ക് ഷട്ടിൽ കോക്ക് തൂവലാണല്ലോ, അപ്പൊ വെള്ളത്തൂവൽ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് നടക്കുന്നത്. അങ്ങനെ ഐഡന്റിഫൈ ചെയ്തിരിക്കുക. മനോഹരമായ ഗ്രാമം. അതെ അതെ അതെ. നമ്മുടെ പുറലോകത്തോട് അറിഞ്ഞത് അത് വെച്ചല്ല. അവിടെ ഒരു നക്സലേറ്റ് നേതാവ് ഉണ്ടായിരുന്നു, വെള്ളത്തൂവൽ സ്റ്റീഫൻ. അത് ശരി. ഇനി 27-ാം തീയതി അറിയപ്പെടാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും സർ. നമിത അതിനകത്ത് കോച്ചായിട്ടാണ്, ബാഡ്മിന്റൺ കോച്ചായിട്ടാണ് പ്ലേ ചെയ്തേക്കുന്നത്. അനിഖ അതിൽ പ്ലെയർ ആയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഡിഫറെൻറ്റ് ഇത്തരത്തിലുള്ളൊരു കോസ്റ്റ്യൂമും അതേപോലെ ഡയലോഗ് ഡെലിവറിയൊക്കെ മറ്റൊരു രീതിയിലുള്ള ക്യാരക്ടർ ചെയ്യുന്നത്. വെള്ളത്തൂലുകാർക്കൊക്കെ ഇംപ്രസ്ഡ് ആയോ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ? ഷൂട്ടിംഗ് സമയത്ത് നമിത ഇടയിൽ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു, ഇതെന്താ ഇവിടെ നമ്മളെ ഒന്നും കാണാൻ ആരും വരത്തില്ലേ? അവർക്ക് ചിലപ്പോ നമിത സിനിമാ താരമാണെന്ന് അറിയാമെന്ന് തന്നെ ചിലപ്പോ അറിയാം. അതെന്ന് വെച്ചാൽ അടിമാലി വെള്ളത്തൂരിലെ ആൾക്കാരൊക്കെ ദൈനംദിന ജീവിത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടുന്ന ബുദ്ധിമുട്ടുന്നവരല്ലേ? അതെ അതെ. അപ്പം അവർക്ക് താരത്തിന്റെ കാര്യം അന്വേഷിക്കാൻ അവർക്ക് നേരമില്ല. അതെ അതെ. ഞങ്ങളൊക്കെ ആക്ച്വലി ഷൂട്ടിന് ജോയിൻ ചെയ്തപ്പോ തന്നെ ഇവർ ഓൾറെഡി ഷൂട്ടൊക്കെ തുടങ്ങിയ സമയമായിരുന്നു. ഞങ്ങൾ ആ സിനിമയുടെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാ അവിടെ ജോയിൻ ചെയ്തത്. അപ്പോൾ രസമായിരുന്നു, കാരണം ഞാൻ കോച്ചാണ്, അനികയുണ്ട്, ഇവരൊക്കെ എന്റെ സ്റ്റുഡൻസ് ആയിട്ട്. കോച്ചിന്റെ സ്റ്റുഡന്റ് അല്ലേ? ഞങ്ങള് ബാഡ്മിന്റൺ അറിയാമോ? സ്കൂളിൽ ഇങ്ങനെ തട്ടിക്കളിക്കും ബാഡ്മിന്റൺ. PT പീരീഡ് ഞങ്ങൾക്ക് ഗേൾസിന് ബാഡ്മിന്റൺ കളിക്കാനുള്ളതാണ്. ഇവിടെ വന്നിട്ടാണ് ഓക്കെ ഇങ്ങനെയൊന്നും അല്ല, ഇതാണ് ബാഡ്മിന്റൺ എന്ന് മനസ്സിലാവുന്നത്. നമിത പൃഥ്വിരാജിന്റെ ഫാനാണോ? എനിക്ക് ചെറുപ്പം തൊട്ടേ രാജുവേട്ടന്റെ എല്ലാ സിനിമകളും കാണുമായിരുന്നു. അങ്ങനെ പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടി എന്ന് പറയുന്ന സിനിമ നടക്കുന്ന സമയത്ത് ചാക്കോച്ചനൊക്കെ ഉണ്ട്. അപ്പോൾ ആലപ്പുഴയില് രാജുവേട്ടനും സുപ്രിയ ചേച്ചിയും കൂടെ വന്നിട്ടുണ്ടായി. അപ്പൊ അന്ന് മീറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ ആ ഒരു ഫാൻ ഗേൾ മൊമെന്റ് ഉണ്ടല്ലോ, ആദ്യമായിട്ട് നേരിട്ട് കാണുന്ന അതിന്റെ സന്തോഷത്തിൽ എനിക്കൊന്നും സംസാരിക്കാനൊന്നും പറ്റില്ല. അത് കഴിഞ്ഞ് അമർ അക്ബർ അന്തോണിയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോ ഒരു നൈറ്റ് സീക്വൻസ് എന്തായിരുന്നു. അപ്പൊ ജയേട്ടനുണ്ട്, ഇന്ദ്രേട്ടനുണ്ട്, രാജുവേട്ടനുണ്ട്. ഇവർ മൂന്നുപേരും ബൈക്കിൽ നിൽക്കുന്ന ഒരു സീക്വൻസ് ആണ്. അപ്പൊ ഞാൻ അവിടേക്ക് നടന്നു വരുന്നു. അപ്പൊ ഞാൻ നടന്നു വന്നിട്ട് പറഞ്ഞു, ഇവരാരും മൈൻഡ് ചെയ്തില്ല, ഇവരൊക്കെ എനിക്ക് നേരത്തെ അറിയാം. ഞാൻ ചെറുപ്പം തൊട്ടേ രാജുവേട്ടന്റെ 5th സ്റ്റാൻഡേർഡ് തൊട്ട് ഞാൻ രാജുവേട്ടന്റെ ഭയങ്കര ഫാനാന്ന് പറഞ്ഞു. അപ്പൊ രാജുവേട്ടന്റെ മുഖം എല്ലാം മാറി. ആണോ? അപ്പൊ ഇന്ദ്രേട്ടൻ ചോദിച്ചു ഏത് സിനിമ? വെള്ളി നക്ഷത്രം എന്ന് പറഞ്ഞാൽ 5th സ്റ്റാൻഡേർഡിലല്ല ഞാൻ പറയുന്നത്, ജനറലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വെള്ളി നക്ഷത്രം. നമ്മൾ ആ ചെറുപ്പത്തിൽ കുക്കുരു കുക്കുറുക്കൻ അതൊക്കെ കണ്ട് ഇൻസ്പയർഡ് ആയി ഭയങ്കര സന്തോഷിച്ച് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പൊ പുള്ളി അപ്പൊ ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഇന്ദ്രൻ ചോദിച്ചു അതായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ കളിയാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അതിന്റെ ലോഞ്ച് വന്നു. ഓഡിയോ ലോഞ്ചിന്റെ സമയത്ത് എല്ലാവരും നിൽക്കുകയാണ്, ഓൾമോസ്റ്റ് എല്ലാ മെയിൽ ആക്ടേഴ്സ് എല്ലാവരും നിൽക്കുമ്പോൾ ഞാനും നിൽക്കുക. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, നമിത ഇങ്ങനെ എൻ്റെ അടുത്ത് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ചേട്ടൻ്റെ വലിയ ഫാനാണ് 5th സ്റ്റാൻഡേർഡ് തൊട്ടെന്ന്. അതിന്റെ വിഷമം എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. കാരണം ഞാൻ രാവൺ ചെയ്യുന്ന സമയത്ത് ഐശ്വര്യ റോയിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ മാമിന്റെ വലിയ ഫാനാണ് ചെറുപ്പം തൊട്ടെന്ന് പറഞ്ഞപ്പോൾ അവരുടെ മുഖത്തിന്റെ എക്സ്പ്രഷൻ മാറി. ആ ഫീലിംഗ് എന്താണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായതെന്ന്, ആ ഒരു പ്രായത്തിന്റെ. അപ്പൊ പക്ഷെ ഭയങ്കര എനിക്ക് ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ട് തോന്നുന്ന, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ആക്ടറാണ് രാജുവേട്ടൻ. ഒരുപാട് തുണി വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളാണോ നമിത? മുൻ ജന്മത്തിൽ വല്ല തുണി കച്ചവടക്കാരിയായിരുന്നു? മുൻ ജന്മത്തിൽ ഈ ജന്മത്തിൽ ഈ ജന്മത്തിൽ തന്നെ അതാ അല്ലേ? ഒരുപാട് യാത്ര ചെയ്യും അതിനായിട്ടെന്നൊക്കെ ഈ റോയിട്ടറിൽ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് ഇവിടത്തെ ചാരന്മാരാണ് ഇവിടെ കുറെ ചാരന്മാരുണ്ട്. സ്പൈ നെറ്റ്വർക്ക് അല്ലേ ഇത്? വാർത്താ ചാനലിലൂടെ അല്ലേ ഇവിടെ? അപ്പൊ ഇല്ല, എനിക്ക് ആക്ച്വലി 2 ബിസിനസ് ഉണ്ട്. ഐ എം റണ്ണിങ് എ കാഫേ ഇൻ പനമ്പള്ളി നഗർ, സമ്മർ ടൗൺ എന്ന് പറഞ്ഞു. കൊച്ചിയില് പനമ്പള്ളി നഗർ റെസ്റ്റോ കഫേ ആണ്. വെരി ഗുഡ് റെസ്റ്റോ കഫേ. പുള്ളിക്കാരത്ത് എപ്പോഴും അവിടെ സംഭവം. എനിക്ക് അവിടുത്തെ ഒരു പാസ്ത ഉണ്ട്, ടൊമാറ്റോ സൺഡ്രൈഡ് പാസ്ത, സോ ഗുഡ്. എന്നോട് ആരോ പറഞ്ഞു ആദ്യ ദിവസം നമിത വല്ലാണ്ട് പേടിച്ചു പോയി, ആരും കയറിയില്ലെങ്കിൽ പിന്നെ സ്വന്തമായിട്ട് കോഫി ഉണ്ടാക്കി കുടിക്കേണ്ടി വരുമല്ലോ, ആരും വന്നില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ ആൾക്കാരൊക്കെ കയറി തുടങ്ങിയോ? ആരും വന്നില്ലല്ലോ. ഇത് പ്ലാനിങ് നടക്കുന്ന സമയത്ത് ഞാൻ ആലോചിച്ചേ. ഞാൻ ആലോചിച്ചതാ. ഫസ്റ്റ് ഡേ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. അതായത് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇത് എത്ര ആളുകൾ വരും, തുടങ്ങാൻ കാര്യം ഇത്ര കാലമായി? ഇപ്പൊ 2 വർഷമാകുന്നു. അല്ല, ഞങ്ങൾ എല്ലാവരുടെയും ഞങ്ങൾ ഈക്വലി എല്ലാവരും പാർട്ട്ണർഷിപ്പിലുള്ള ബിസിനസ് ആണ്. അപ്പൊ അച്ഛന്റെ കസിൻസ് കുറെ പേര് ഷെഫ്മാരുണ്ട്. അപ്പൊ അവര് പുള്ളി US-ലാണ്, സന്തോഷ് അങ്കിൾ. അപ്പൊ പുള്ളി ഷെഫാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് തുടങ്ങിയൊരു സ്ഥാപനമാണ് സമ്മർ ടൗൺ.
പിന്നെ ഉള്ളതാണ് ഈ പെപ്രിക്ക ടീഷർട്ട് മെൻസ് ബ്രാൻഡാണ്. നമുക്ക് വന്ന ഒരു ദിവസം ആ മമ്മൂക്ക വന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷം തന്നൊരു, ഞാൻ മമ്മൂക്കേന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു മമ്മൂക്ക വരാൻ പറ്റുമെങ്കിൽ വരണം എന്ന് പറഞ്ഞപ്പോ തന്നെ ഹി കെയിം ഡൗൺ. നമുക്ക് വന്നതിന് ഷാള് കൂടിയോ? ഇറ്റ് വാസ് കൺസിസ്റ്റന്റ്. നമുക്ക് അന്നത്തെ ദിവസം തന്നെയാ വന്നേ, ഇനോഗ്രേഷന്റെ ഫസ്റ്റ് ഡേ തന്നെയാ വന്നേ. ഒഫീഷ്യലി ഓപ്പൺ ചെയ്യണതിന്റെ ആ വൈകുന്നേരം തന്നെയാ വന്നേ.